നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കരിമ്പുള്ളി കുമ്പൻകല്ലിൽ 2 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. കരിമ്പുള്ളി വട്ടപ്പറമ്പിൽ സുഭാഷ്, ഇതര സംസ്ഥാന തൊഴിലാളി കമലേഷ് എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. ഇവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്താലയിൽ KSRTC ഡിപ്പോയോ സബ് ഡിപ്പോയോ ആരംഭിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് VT ബൽറാം MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച വിഷയം ഗൗരവമായി കാണുമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പു നൽകി. ഇങ്ങനെ വടക്കൻ ജില്ലകളിലേക്ക് അവിടെ കൂടുതൽ KSRTCയുടെ സാന്നിധ്യം വ്യാപിപ്പിക്കും, കൂടുതൽ ഫ്ലീറ്റുകൾ ആ പ്രദേശങ്ങളിൽ ഡിപ്ലോയ് ചെയ്യും എന്നൊക്കെ അങ്ങ് പറയുന്ന സാഹചര്യത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിപ്പോ തൃത്താല കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ സാധിക്കുമോ? അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഏത് കാര്യവും പരിശോധിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലം മഞ്ചേശ്വരമാണെന്ന് കൂടെ അറിയിക്കുകയാണ്. അതിൽ തൃത്താലയുടെ കാര്യം ബഹുമാന്യനായ അംഗം പറഞ്ഞതും പരിശോധിക്കാം. കൂടുതൽ സർവീസുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് KSRTCയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് അത് വളരെ ഭംഗിയായി ചെയ്യാമെന്നാണ് സാർ പറയാനുള്ളത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഭൂമിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. വായു മലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുന്നുകൂടൽ, വനനശീകരണം തുടങ്ങിയ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന പുതിയ കാലത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വലിയ പ്രാമുഖ്യമാണുള്ളത്. 1972 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഒരു ദിവസത്തെ ആചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. നിത്യജീവിതത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. മരങ്ങൾ നട്ടുവളർത്തുകയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും കുടിവെള്ളം പാഴാക്കാതിരിക്കുകയും വേണം. മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളില്ലെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഭൂമിയെ വരും തലമുറയ്ക്കായി നമുക്ക് കാത്തുവയ്ക്കാം. നാടെങ്ങും ലോക പരിസ്ഥിതി ദിനാചരണം. വൃക്ഷത്തൈകൾ നട്ടും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം നൽകിയുമെല്ലാമായിരുന്നു ദിനാചരണം നടത്തിയത്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലും ദിനാചരണ പ്രവർത്തനങ്ങൾ നടത്തി. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തുന്നത്. പട്ടാമ്പി നഗരസഭയുടെയും കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് കർഷക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നത്. നഗരസഭാ ചെയർമാൻ TP ഷാജി ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അസ്ന അനീഫ അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ സുരേഷ് പൊന്നു, കൃഷി ഓഫീസർ KT സീനത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ P അഷറഫ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ PV വിനോദ്, K ആൻസി, PG സംഗീത, C രമ്യ, NSS പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ ഷക്കൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയും എടുത്തു. ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പകരം പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും. എന്റെ വീട്ടിലും വിദ്യാലയത്തിലും ഉണ്ടാകുന്ന മാലിന്യങ്ങളും ജൈവമെന്നും അജൈവമെന്നും ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് കൃത്യമായി സംസ്കരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. നഗരസഭയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ശ്മശാന പരിസരത്തും വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ TP ഷാജി വൃക്ഷത്തൈ നടീൽ നിർവഹിച്ചു. മറ്റു കൗൺസിലർമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമേറി വരുന്ന ഈ കാലത്തും വെള്ളിയാങ്കല്ലിലെത്തിയാൽ കാണാനാവുക നിളാനദിയെ കൊല്ലുന്ന പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സങ്കട കാഴ്ചയാണ്. ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ് പുഴയിൽ ഉപേക്ഷിച്ച നിലയിൽ കുന്നുകൂടി കിടക്കുന്നത്.
തൃത്താല വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രക്കടവിന് സമീപം ഭാരതപ്പുഴയിലേക്ക് നോക്കിയാൽ ഇന്ന് കാണാൻ കഴിയുക കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകളാണ്. തടയണയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി കരാറുകാർ എത്തിച്ച പ്ലാസ്റ്റിക് സിമന്റ് ചാക്കുകളാണ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഒട്ടും ഉത്തരവാദിത്വമില്ലാതെ പുഴയിൽ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഒന്നോ രണ്ടോ അല്ല, ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ് പുഴയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ പോവുകയാണ്. തടയണയുടെ ഷട്ടറുകൾ ഏതു നിമിഷവും തുറക്കാം. അങ്ങനെ സംഭവിച്ചാൽ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകൾ നിളാനദിയിലൂടെ പരന്നൊഴുകും. ഇതിനകം തന്നെ നിരവധി മലിനീകരണങ്ങൾ ഏറ്റുവാങ്ങി ജീവച്ഛവമായി മാറിയ നിളയിലേക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി അടിയുന്നതോടെ പുഴയുടെ നാശം പൂർണ്ണമാകും. പുഴയുടെ ജൈവ ആവാസ വ്യവസ്ഥയ്ക്കും ഇത് വലിയ വെല്ലുവിളിയാണ്. നിളയിലെ അനേകം ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ഇത് സാരമായി ബാധിക്കും. അതിലുപരി ചാക്കുകൾ ഒഴുകിയെത്തി അടിഞ്ഞുകൂടിയാൽ മേഖലയിലെ ജലസേചന പദ്ധതികളുടെ പമ്പിംഗ് സംവിധാനം പൂർണ്ണമായും തകരാറിലാകാൻ സാധ്യതയുണ്ട്. നിർമ്മാണ ജോലികൾക്കെത്തിയവർ കാട്ടിയ ഈ നിരുത്തരവാദിത്തപരമായ സമീപനത്തിനു നേരെ പരിസ്ഥിതി സ്നേഹികളോ ബന്ധപ്പെട്ട അധികൃതരോ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അധികൃതർ ഉണരുമോ അതോ നിളയെ പൂർണ്ണമായും പ്ലാസ്റ്റിക്കിൽ മുക്കിക്കൊല്ലാൻ അനുവദിക്കുമോ എന്ന ചോദ്യമാണ് വെള്ളിയാങ്കല്ലിലെത്തുന്ന നാട്ടുകാരും സന്ദർശകരും ഉയർത്തുന്നത്. വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കമ്പനിയുടെ താഴത്ത് കിടക്കുന്ന ചാക്കുകളാണ്. ഒരു പണി നിർത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ മഴ തുടങ്ങി, ഷട്ടറുകൾ ഏത് നിമിഷം തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാക്കുകൾ കംപ്ലീറ്റ് കടലിലേക്ക് പോകും. അതെന്തെങ്കിൽ നമ്മൾ ഇതാ അതിന് ചാനലുകാരോട് പറയുന്നത് ഇതിനെടുപ്പിക്കാനുള്ളൊരു സംവിധാനം എങ്ങനെ ചെയ്യിക്കുക. ഇത് മാത്രമല്ല, ഇവിടെയുണ്ട്, ഇതിൻ്റെ പുറകിലുമുണ്ട് ഒരുപാട് സിമെൻറ്റ് ചാക്കുകള കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇടിഞ്ഞു പോയി. ഇതിപ്പോൾ ശരിക്കും പൈലിങ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് കോൺക്രീറ്റ് ചെയ്യായിരുന്നു. ഇല്ലെങ്കിൽ അവർ ഇത് മഴക്കാലം ഉണ്ടെന്നൊക്കെ ഇവർക്ക് അറിയാം. അതറിയണ സ്ഥിതിക്ക് അവർ ഇത്രയും ഫുള്ളായിട്ട് മാന്തിയേണ്ട ഒരു ആവശ്യമില്ല. ഇത് മാത്രമല്ല, പാലത്തിൻ്റെ അടി മാന്തിയിട്ടിരിക്കും. അവിടെ കംപ്ലീറ്റ് പാലത്തിൻ്റെ അവിടെ പോയി നോക്കിയാൽ ആ ഭാഗം മൊത്തം മാന്തിയിട്ടിരിക്കും. ഏത് നിമിഷം ഇവിടെ ഒന്നാകെ ഇടിഞ്ഞു പോകും. ഈ കൂട്ടുവര 100 കണക്കിന് ആൾക്കാർ ഒരു വർഷം കഴിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെള്ളത്തിലേക്ക് ആവാനാണ് സ്ഥിതി തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഇതാ പറയാനുള്ളത്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. പെരുമണ്ണൂർ അങ്കണവാടിയിലും നാട്ടിലെ റോഡരികുകളിലും പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വാർഡ് മെമ്പർ ബാലൻ പെരുമണ്ണൂർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു, സെക്രട്ടറി സവിനയ്, ട്രഷറർ വിനീത്, വേണു കുറുപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ പൈതൃക പ്രൗഢിയുടെ പ്രതീകമായ കരിമ്പനകളെ വംശനാശത്തിൽ നിന്നും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രാജേഷ് നന്ദിയങ്കോട് നടത്തുന്ന വിത്തുയാത്രയുടെ 11ാം എഡിഷന് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് തുടക്കമായി. തൃത്താല തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചെട്ടിപ്പടി തച്ചേത്തോട് വരമ്പത്ത് ആദ്യ കരിമ്പന വിത്തുകൾ പാകിയാണ് ഈ വർഷത്തെ വിത്തുയാത്രയ്ക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ പ്രകൃതിദത്ത മതിൽക്കെട്ടുകളായ കരിമ്പനകൾ ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അവയെ തിരികെ പിടിക്കുക എന്ന ദൗത്യവുമായി വിത്തുയാത്ര മുന്നോട്ടു പോകുന്നത്. ഈ വർഷത്തെ മഴക്കാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനിലൂടെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ തോടുകൾ, പാടവരമ്പുകൾ, പുഴയോരങ്ങൾ എന്നിവിടങ്ങളിൽ മണ്ണിളക്കി കരിമ്പന വിത്തുകൾ പാകും. ചെട്ടിപ്പടിയിൽ നടന്ന വിത്തുയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ കവി പരമേശ്വരൻ ആറങ്ങോട്ടുകര, സിനിമാ പ്രവർത്തകരായ സുന്ദരൻ ചെട്ടിപ്പടി, ഉണ്ണി ചെട്ടിപ്പടി, നാടകപ്രവർത്തകൻ വാപ്പു പുലാത്ത്, കഥാകൃത്ത് വി ഗിരീഷ് എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. രാജേഷ് നന്ദിയംകോടിനോടൊപ്പം ചേർന്ന് പ്രമുഖരും നാട്ടുകാരും വിത്തുകൾ പാകിയതോടെ ഈ വർഷത്തെ ഹരിതയാത്രയ്ക്ക് സജീവമായ തുടക്കമായി. കേവലം ഒരു പരിസ്ഥിതി ദിന ആചരണത്തിലൊതുങ്ങാതെ വരും തലമുറയ്ക്കായി പ്രകൃതിയെ കരുതിവെക്കാനുള്ള ഈ ജനകീയ കൂട്ടായ്മ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. അതുപോലെ നമ്മൾ സ്കൂളുകളിൽ കലാലയങ്ങളിൽ കരിമ്പന എന്ന് പേരിട്ടിട്ട് സ്കൂളുകളിലും ഒരു കരിമ്പനയെങ്കിലും പാലക്കാട് ജില്ലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന കരിമ്പന ഒരു സ്കൂളിൽ ഒരു കരിമ്പനയെങ്കിലും നമ്മൾ നട്ടു വളർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കലാലയങ്ങളിൽ കരിമ്പന എന്നുള്ളൊരു പദ്ധതിയും കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ വർഷവും തുടരും. പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശ്ശൂർ, മലപ്പുറം, ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിലൊക്കെ നമ്മൾ വിത്തുയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷവും അതിന് മുടക്കമുണ്ടാവില്ല. എല്ലാ ജില്ലകളിലേക്കും ഇത് പടരണമെന്നുണ്ട്. കരിമ്പനകൾ ഒരു പാലക്കാട് ജില്ല മാത്രമല്ല, ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ കരിമ്പനകളെ തിരിച്ചു കൊണ്ടുവരണം. വളരെ കൂടിയ രീതിയിൽ പാലക്കാട് ജില്ലയിൽ കരിമ്പനകൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒരു പദ്ധതിയും പ്രയത്നവുമാണ് നമ്മുടെ വിത്തുയാത്ര. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു.
പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിഷുതൈ നട്ടുകൊണ്ടായിരുന്നു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ ഈ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത വിവേകശാലികളായ മനുഷ്യരുടെ ബാധ്യതയാണ് ഇന്ന്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ജൂൺ 5-ന് പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. ഇന്നീ കാണുന്ന എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ടായത് ജീവജാലങ്ങൾക്കും മനുഷ്യർക്കൊക്കെ ഉണ്ടായത് പരിസ്ഥിതി ദിന സന്ദേശവും അദ്ദേഹം കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സൈദലവി അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ, അബ്ദുള്ളക്കുട്ടി, VM മുസ്തഫ, CP വനജ, സുമയ്യ നാസർ, C ശ്രീവിദ്യ, പ്രസന്ന, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബൃന്ദ, പട്ടാമ്പി BDO ഇൻചാർജ് ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം വല്ലപ്പുഴ ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്തിലെ 4-ാം വാർഡ് ആനക്കോടാണ് കുട്ടി വൈബ് എന്ന പേരിൽ വിവിധ കലാപരിപാടികൾ ഒരുക്കിയത്. കസേരക്കളി, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്, അനുമോദ സദസ്, അംഗൻവാടി കുട്ടികളുടെ മത്സരം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും കരുതലിന്റെയും ഒക്കെ സന്തോഷമുള്ളൊരു ദിനമാണ്. ആ ദിനത്തില് നമ്മുടെ കുട്ടികളുടെ സന്തോഷവും ഏറെ പ്രാധാന്യം തന്നെയാണ്. നമ്മൾ ഓരോ TV ആയാലും ഫോണിൽ വാട്സപ്പായാലും ഫേസ്ബുക്കായാലും കാണാം, ഓരോ പെരുന്നാൾ ദിനത്തിലും അവരുടെ രക്ഷിതാക്കളും ഉമ്മമാരും അവരെല്ലാം കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് അവരെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. എത്ര എളുപ്പത്തിൽ നമ്മുടെ ഫോണിൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കാണാം അവിടെ ഉപ്പ, ഉമ്മ, പേരക്കുട്ടികൾ, അവരെല്ലാം ഓരോ കുടുംബത്തിന്റെ ആ സന്തോഷം. ഇങ്ങനെയുള്ള ഓരോ ദിനങ്ങളിൽ നമുക്ക് എപ്പോഴും സന്തോഷമാണ്. ഇനി അങ്ങോട്ട് ഈ വരുന്ന തലമുറയും ഇതെല്ലാം കണ്ട് ഈ സന്തോഷം എന്ന് നിലനിർത്തി ഐക്യവും ഈ മൂല്യങ്ങളും സ്നേഹവും എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും അധ്യാപകരെയും ഒക്കെ ബഹുമാനിക്കും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ ജീവിതത്തിലൊരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. വാർഡ് മെമ്പർ ഹസ്ന ജമാൽ അധ്യക്ഷയായിരുന്നു. കോടിയിൽ ജമാൽ, സോഷ്യൽ വർക്കർ നജ്മ വല്ലപ്പുഴ, അംഗൻവാടി ടീച്ചർ ലീല, PP അജ്മൽ, രഞ്ജിനി ഹരിദാസ്, ഹസീന ആലിക്കൽ, മുസ്തഫ മുസ്ലിയാർ, മുസ്തഫ, ഹക്കീം, സക്കീർ കളപ്പറമ്പ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ വരവൂർ സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ ഫലവൃക്ഷ തൈ നട്ടു. ചേലക്കര MLA UR പ്രദീപ് തൈനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് VG സുനിൽ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി ജയേഷ് സ്വാഗതവും സംഘം ഭരണസമിതി അംഗം NM അനീഷ് നന്ദിയും പറഞ്ഞു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ, മെമ്പർമാരായ TY അഷ്റഫ്, പ്രീതി ഷാജു, സഹകരണ ജീവനക്കാർ, സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തിൽ സർക്കാർ ഏറ്റെടുക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ സഹകരണ മേഖലയും വ്യത്യസ്തമായി ഏറ്റെടുക്കാറുണ്ട്. തണൽ എന്ന ഒരു പദ്ധതിയാണ് ഇക്കുറി പരിസ്ഥിതി ദിനത്തിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഭാവി തലമുറയെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, ഒരു സൗഹാർദ്ദം കൂടിയാണ്. പുതിയ തലമുറകളെ സംരക്ഷിക്കാൻ വേണ്ടി നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം അവർക്കും കൂടെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഭൂമിക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നത്. ഇത് വെച്ച് പിടിപ്പിച്ചാൽ സഹകരണ ബാങ്കിനകത്തായതുകൊണ്ട് നമുക്കിതിനെ സംരക്ഷിക്കപ്പെടും. ഒരുപക്ഷെ പുറത്ത് പഞ്ചായത്തും മറ്റുള്ള എല്ലാവരും നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെല്ലാം ഒരു കണ്ണ് നോക്കി സംരക്ഷിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്താൽ ഭൂമിക്ക് ഏറെ ഗുണമായി അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇവിടെ സഹകരണ വകുപ്പ് ഏറ്റെടുത്ത തണൽ എന്ന പദ്ധതി ഇന്നിവിടെ തുടക്കം കുറിച്ചതായിരിക്കും. അതായത് ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ചേലക്കര MLA UR പ്രദീപിനെ ആദരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണക്കനി നിറപുലിയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ചാണ് MLAയെ ആദരിച്ചത്. ബാങ്ക് പ്രതിനിധികളായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് മാനേജർ ദ്യുതി രവീന്ദ്രൻ, TS ഗണേഷ്, AA ബിൻസി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി, കുടുംബശ്രീ ചെയർപേഴ്സൺ CR ഗീതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.